Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ സെർഫ്യൂം അവളാണെങ്കിൽ അവളുടെ തൊട്ട് മുൻപിൽ ഉണ്ടായിരുന്നവനെ അങ്ങനെ കല്ലാക്കി മാറ്റുകയാണ്. ബോവ ഹാൻകോക്കിന്റെ മിനിയേച്ചറാണ് അവൾ. സോ ബോവ ഹാൻകോക്ക് ഉപയോഗിക്കുന്ന ആ ഒരു പവർ ഉപയോഗിച്ച് അവളാണെങ്കിൽ അവനെ കല്ലാക്കി മാറ്റുകയാണ്. ചുറ്റുമുള്ളവരെല്ലാവരും ആ കാഴ്ച കണ്ട് ഞെട്ടും. അവൾക്കാണെങ്കിൽ യാതൊരു കൂസലും ഇല്ലാതെ ചാടി വന്ന് അതിനെ ആഞ്ഞടിക്കും. ജൂനിയർ വേഗോഫങ് ആണെങ്കിൽ അത് കണ്ട് ടെൻഷനാവും. നീ എന്തായി ചെയ്യുന്നേ സർഫ്യൂം? ഞങ്ങളുടെ ഇൻസ്ട്രക്ഷൻ അതനുസരിച്ച് നീ ഇപ്പൊ കാം ഡൗൺ ആവണം. സർഫ്യൂം ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ ചാടി വന്ന് അവനെ ആഞ്ഞടിക്കുകയാണ്. അവൻ അങ്ങനെ തകർന്ന് തരിപ്പണാവും. ഇവിടെ നമ്മുടെ ആൾക്കാർ പേടിച്ച് നിലവിളിക്കും. കട്ട് ചെയ്താ ഇവിടെ ഷക്കയുടെ അടുത്തേക്ക് മറ്റൊരു സർഫ്യൂം അങ്ങനെ കടന്നു വരും. അത് അവിടേക്ക് വന്ന് ഷക്കയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. ഷക്ക ജസ്റ്റ് മിസ്സിന് ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് മാറുകയാണ്. ആ ഒരു അറ്റാക്കിൽ അവിടെ ഉണ്ടായിരുന്ന സോൾജിയേഴ്സ് എല്ലാവരും കത്തിക്കരിയും. അതിനുശേഷം അത് സോറോയ്ക്ക് നേരെ തിരിയും. സോറോ ആണെങ്കിൽ അതിനെ പ്രിവെന്റ് ചെയ്യാൻ അതിന്റെ നേർക്ക് തിരിയുമ്പോഴായിരിക്കും അതങ്ങനെ ടേൺ ചെയ്ത് അവിടെ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്ന ലുച്ചിയെയും കക്കുവയെയും അവർ രണ്ടുപേരെ ലക്ഷ്യം വെച്ച് പോകുന്നത് അവൻ ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് അവർ ലക്ഷ്യം വെക്കുന്നതെന്ന് സോറോയ്ക്ക് മനസ്സിലാവില്ല. അതങ്ങനെ ക്ഷണവേഗത്തിൽ അവരുടെ അടുത്തേക്ക് പാഞ്ഞടുക്കും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ കാര്യം പിടികിട്ടും. അവരുടെ മെയിൻ എയിം അത് നമ്മുടെ ആൾക്കാരല്ല, മറിച്ച് ആ നേവി ഓഫീസേഴ്സ് ആണ്. എന്താ നടക്കണമെന്ന് അവർക്ക് പിടികിട്ടില്ല. സോറോ ആണെങ്കിൽ അതിനെ നേരിടാനായിട്ട് അവന്റെ സ്ക്വാഡൊക്കെ ആയിട്ട് മുൻപോട്ടേക്ക് ചാടി വീഴും. സോറോയ്ക്ക് കട്ട സപ്പോർട്ട് കൊടുത്ത് ലൂഫിയും അവിടേക്ക് കടന്നു വരികയാണ്. ലൂഫി ആണെങ്കിൽ ഒക്കെയോട് കൺഫ്യൂസ്ഡ് ആയിട്ട് ചോദിക്കും, സത്യത്തിൽ ഇവിടെ എന്താ നടക്കണേ? ഇവറ്റുകൾ എന്തിനാ ഈ നേവിക്കാരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കണേ? അതിനവൻ പറയും, എനിക്കും ഇവിടെ ഇപ്പൊ എന്താ സംഭവിക്കണേന്ന് മനസ്സിലാവുന്നില്ല, ഞാനും ആകെ കൺഫ്യൂസ്ഡ് ആണ്. രണ്ടുപേരും അവറ്റകളെ തകർക്കാനായിട്ട് റെഡിയാവും. അതിന് ഷക്കയാണെങ്കിൽ അവരെ പൗസ് ചെയ്യിപ്പിക്കും. ഒരു സെക്കൻഡ്, എന്റെ ലെവൽ ഓഫ് അതോറിറ്റി ഞാൻ ഒന്നുകൂടെ ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ആണെങ്കിൽ അവറ്റകളെ രണ്ടിനെയും കൺട്രോൾ ചെയ്യും. നിങ്ങൾ രണ്ടുപേരും ഇപ്പോ ആരെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയും. അത് കേട്ട് അവറ്റകളാണെങ്കിൽ അറ്റാക്ക് ചെയ്യാതെ അനങ്ങാതെ നിൽക്കുകയാണ്. സോറോ ആണെങ്കിൽ ഒരു കാര്യം തീർത്തു പറയും, ആ രണ്ട് നേവി ഓഫീസേഴ്സും ഇപ്പൊ ഹാൻഡ് കഫ് ഒക്കെ ഇട്ട് ബോധമില്ലാതെ കിടക്കുകയാണ്. ഈ സമയത്ത് ഒരു അറ്റാക്ക് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് അവൻ സ്ക്വാഡ് എടുത്ത് ഓറയിലേക്ക് വെക്കേണ്ട താമസം ആ രണ്ട് സർഫ്യൂംസും അവറ്റകളാണെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ ചാടി വരും. കാര്യം കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കിയ നമ്മുടെ സോറോയും ലൂഫിയും അവർ രണ്ടുപേരും ഷക്കയെ തൂക്കിയെടുത്ത് അവിടുന്ന് ഓടാനായിട്ട് തുടങ്ങും. മറ്റൊരു ഭാഗത്ത് ലിലിത്താണെങ്കിൽ താഴേക്ക് വീണ എല്ലാവരോടും അവരുടെ ആ ഒരു ഷൂസ് അതിൽ ഫ്ലൈയിങ് മോഡ് അത് എനേബിൾ ചെയ്യാനായിട്ട് പറയും. എല്ലാവരും ഫ്ലൈയിങ് മോഡ് എനേബിൾ ചെയ്ത് ഫ്ലൈ ചെയ്യും. ഉസോപ്പ് ആണെങ്കിൽ തല കീഴായി കിടക്കുന്ന സമയത്തായിരിക്കും ആ ഫ്ലൈയിങ് മോഡ് അത് എനേബിൾ ചെയ്യുക. സോ വമ്പ ഫോഴ്സിൽ ഉസോപ്പ് താഴേക്ക് പോകാനായിട്ട് ആരംഭിക്കും. ഉസോപ്പ് ആണെങ്കിൽ നല്ല ഫോഴ്സിൽ വന്ന് അടിച്ചു വീഴുകയാണ്. ലളിതാണെങ്കിൽ അവനെ ചീത്ത പറയും. അതിനുശേഷം എല്ലാ കാര്യങ്ങളും അറിയിക്കാനായിട്ട് അവളാണെങ്കിൽ നിരന്തരം ഷക്കയെ കോണ്ടാക്ട് ചെയ്യാണ്. പക്ഷെ ആ കോൾ ആരോ ഇടയിൽ വെച്ച് ഡിസ്കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ മുകളിൽ നിന്നാണെങ്കിൽ ആ ഒരു സാധനം അത് വീണ്ടും ശബ്ദം ഉണ്ടാക്കും. ഫ്രാങ്കി ആണെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തയ്യാറാവും. അതിന് ലളിത് പറയും, ഓ നോ, നിങ്ങളെ കൊണ്ട് ഒരു കാരണവശാലും അതിനെ ഒന്നും തന്നെ ചെയ്യാനായിട്ട് കഴിയില്ല. അതിനെ ക്രിയേറ്റ് ചെയ്ത് ഞങ്ങളാണ്. അതിന്റെ പവർ എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇവിടെ ഷക്കയ്ക്കാണെങ്കിൽ കാര്യങ്ങൾ പിടികിട്ടും. അവറ്റകളെ കൺട്രോൾ ചെയ്യുന്നത് വേഗ് ഓഫ് പങ്ക് ടീമിലെ ആരോ ഒരാളാണ്. പക്ഷെ അതാരായിരിക്കും ചിന്തിച്ച് അവൻ ഓരോരുത്തരുടെ ഫേസ് ആയിട്ട് അങ്ങനെ മാറ്റി മാറ്റി ആലോചിക്കുകയാണ്. ആരോ ഒരാൾ അവർക്കെതിരായിട്ട് ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അതാരാണെന്ന് കണ്ടെത്തിയാൽ മാത്രമേ ഇത് സോൾവ് ചെയ്യാനായിട്ട് പറ്റൂ. ഷക്കയ്ക്കാണെങ്കിൽ എത്രയൊക്കെ ആലോചിച്ചിട്ടും പിന്നിലുള്ള ആളെ കണ്ടെത്താനായിട്ട് കഴിയില്ല. പക്ഷെ അവൻ ഒരു കാര്യം തീർത്തു പറയും, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അത് കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. നമുക്ക് പുറത്തേക്ക് പോകാനും അകത്തേക്ക് വരാനുള്ള ഡോമിൻ്റെ ആ ഒരു നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതിനർത്ഥം ഇതെല്ലാം ചെയ്യുന്ന ആളുടെ ഒരേ ഒരു ലക്ഷ്യം എല്ലാവരെയും ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ഇല്ലാതാക്കുക എന്നതാണ്. അത് കേട്ട് നമ്മുടെ ആൾക്കാർ ഞെട്ടും. അവനിത് പറയുന്ന അതേ സമയത്ത് തന്നെ ഇവിടെ ആ ഒരു നേവി ഓഫീസേഴ്സ് അവർ കണ്ണു തുറക്കുകയാണ്. അവരാണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, ഒരല്പസമയത്തേക്ക് നമുക്കൊരു അലയൻസ് ക്രിയേറ്റ് ചെയ്യാം. പെർമനന്റ് ആയിട്ടുള്ള അലയൻസ് അല്ല, മറിച്ച് ടെമ്പററി അലയൻസ്. ഈ സർഫ്യൂംസിനെ തോൽപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് ഒറ്റയ്ക്കാവില്ല. അവറ്റകൾ ഭയങ്കര പവർഫുൾ ആണ്. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് നിൽക്കണമെന്ന് പറയും. ഡോറോയും ലൂഫിയും അവർ രണ്ടുപേരും അവർ പറയുന്നത് കേട്ട് ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് നിൽക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത എഡ്ഹേർഡ് ഐലാൻഡിൽ തന്നെയുള്ള മറ്റൊരു ലാബിന്റെ പോർഷൻ കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ നേവി സോൾജിയേഴ്സ് ആയിട്ടുള്ള CP4, CP5, CP6 അവരെല്ലാവരും വലിയൊരു റൂമിൽ അങ്ങനെ പെട്ടുകിടക്കുകയാണ്. 2 മാസത്തിന് മുകളിലായി അവരവിടെ ലോക്കായി കിടക്കുന്നു. പ്രോപ്പറായിട്ട് ഫുഡ് കിട്ടാതെ വെള്ളം പോലും കുടിക്കാനാവാതെ അവരവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. അതിനർത്ഥം CP0 ടീമായിട്ടുള്ള ലുച്ചി അവൻ പറഞ്ഞത് സത്യം തന്നെയാണ്. ആക്ച്വലി മാസങ്ങൾക്ക് മുൻപാണ് അവർ ഈ ഒരു ഐലാൻഡിലേക്ക് വന്നത്. വേഗ് ഓഫ് പങ്കിനെ കുറിച്ച് അറിയാനും അവരുടെ നീക്കങ്ങൾ അത് മനസ്സിലാക്കാനും ശ്രമിക്കുന്നതിനിടയിൽ സീ മോൺസ്റ്റേഴ്സ് അവരെ അറ്റാക്ക് ചെയ്തു. വേറെ വഴിയില്ലാതെ അവർ ഐലാൻഡിലേക്ക് തന്നെ തിരികെ പോയി. അവിടെ വെച്ച് അവർ ഈ ഒരു ലോക്കിൽ പെട്ടുപോയി. അങ്ങനെയാണ് ഇത്രയും കാലവും അവരാരും അറിയാതെ ഈ ഒരു ഭാഗത്ത് അങ്ങനെ ഭക്ഷണവും വെള്ളമൊന്നും ഇല്ലാതെ കുടുങ്ങിക്കിടന്നത്. ആ സോൾജിയേഴ്സ് ആണെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള ആളോട് സോറി പറയും.
ഞങ്ങൾക്ക് തെറ്റുപറ്റി, ദയവ് ചെയ്ത് ഞങ്ങളോട് ക്ഷമിക്കണം. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞങ്ങൾ കരുതിയതല്ല. ഓപ്പോസിറ്റ് മറ്റാരുമല്ല, നമ്മുടെ ആൾക്കാരും ജൂനിയർ വേഗ് ഓഫ് പങ്ക്സും ഇത്രയും നേരം അന്വേഷിച്ച് നടന്ന സാക്ഷാൽ ഡോക്ടർ വേഗ് ഓഫ് പങ്ക് ആളെയും ഒരു കണ്ടെയ്നർ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൽ ഡോക്ടർ പറയും, ഐ എം സോറി, സത്യത്തിൽ മാപ്പ് പറയേണ്ടത് ഞാനാണ്. ഇങ്ങനെ ഒരു കാര്യം ഇവിടെ നടക്കുന്നത് ഞാൻ അറിഞ്ഞിരുന്നില്ല. റിസർച്ചുകൾ അത് മറ്റാരും അറിയുന്നില്ല എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷേ ഇവിടെ നടക്കുന്ന റിസർച്ചുകൾ അതെങ്ങനെയോ നേവിക്കിടയിലേക്ക് ലീക്കായി. അതുകൊണ്ടാണ് ഇത് സംഭവിക്കാൻ കാരണമായത്. ആക്ച്വലി ഡോക്ടർ വേഗ് ഓഫ് പങ്ക് ആള് പോണോഗ്ലിഫുകളെ കുറിച്ചാണ് റിസർച്ച് ചെയ്തത്. അതറിഞ്ഞ നേവിക്കാര് അതിനനുസരിച്ചുള്ള തീരുമാനമെടുത്തു. വോഹർ ഐലാൻഡിന് എന്ത് സംഭവിച്ചോ അതുപോലെ തന്നെ ഈ ഒരു ഐലാൻഡിനെ മൊത്തമായിട്ട് തകർക്കാനായിട്ട് കപ്പൽ പുറപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത സെന്റമറു അവനാണെങ്കിൽ അവിടെയുള്ളവരോട് എല്ലാവരോടും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് പറയും. നമ്മളിപ്പോൾ വലിയ അപകടത്തിലാണ്, ഈ ഒരു ഐലാൻഡ് അത് തകരാനായിട്ട് പോകുന്നു. അതിന് അവിടെ ഉണ്ടായിരുന്നവര് ഇപ്പൊ സെന്റമറുവിനോട് പറയും, നമ്മുടെ കൂടെ ഒരുപാട് ആൾക്കാരില്ലേ, 50 സർഫ്യൂംസ് നമ്മളുടെ കൂടെയുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാനാവില്ലേ. അതിന് സെന്റമറു വോഹാർ ഐലാൻഡിൽ നടന്ന കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് പറയും. ഹാപ്പി ആയിട്ടിരുന്ന ആ ഒരു ഐലാൻഡിലേക്ക് നേവിക്കാർ വന്നതും അവിടെയുള്ളതെല്ലാം തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചതും ഐലാൻഡ് മൊത്തമായിട്ട് ചുട്ടുകരിച്ചതും രക്ഷപ്പെട്ട ഒരേ ഒരാൾ റോബിനാണെന്നുള്ള കാര്യം, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർക്ക് പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഐലാൻഡും നശിക്കാനായിട്ട് പോവാണ്. വോഹാർ ഐലാൻഡ് നേവിക്കാരുടെ ഇൻസ്ട്രക്ഷന് എതിരായിട്ട് ചില കാര്യങ്ങൾ ചെയ്തു. അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മളും നേവിക്കാർക്കെതിരായിട്ട് ചില കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുകയാണ്. അത് ട്രിഗറായി നമ്മുടെ ഈ ഐലാൻഡ് മുഴുവനായിട്ടും അവരില്ലാതാക്കും. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ രക്ഷപ്പെടണം. ലോകത്തിൽ തന്നെ പോണോഗ്ലിഫ് ഡീസൈഫർ ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരാൾ അത് റോബിനാണ്. അതുപോലെ തന്നെ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജീനിയസ് ആയിട്ടുള്ള ബ്രെയിനുള്ള ആള് ഡോക്ടർ വേഗ് ഓഫ് പങ്കാണ്. ലോകത്തിനു വേണ്ടി പ്രധാനമായിട്ട് നേവിക്ക് വേണ്ടി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞതാണ്. അദ്ദേഹം നമുക്ക് നഷ്ടപ്പെട്ട അത് ഈ ലോകത്തിന് തന്നെ ഏറ്റവും വലിയ ഒരു നഷ്ടമാണ്. പക്ഷെ നേവിക്കാർക്ക് അതൊന്നും പ്രശ്നമല്ല. അവരുടെ വർഷങ്ങളായിട്ടുള്ള രഹസ്യങ്ങൾ അത് പുറത്തു വരാൻ പാടില്ല. അതുകൊണ്ടാണ് യാതൊരു കാരണവും ഇല്ലാതെ അവർ ഈ ഐലാൻഡ് മുഴുവനായിട്ടും തീർക്കാൻ ശ്രമിക്കണേ. ഡോക്ടറും റോബിനും അവർ രണ്ടുപേരും ഉള്ളത് ഈ ഐലാൻഡിലാണ്. എത്രയും വേഗം അവരെ രക്ഷിച്ചേ പറ്റൂന്ന് പറഞ്ഞ് സെന്റമറു ലൂഫിയോട് വിളിച്ചു പറയും, ലൂഫി എത്രയും വേഗം ഡോക്ടർ വേഗ് ഓഫ് പങ്കിനെ ഇവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോകണം. കട്ട് ചെയ്ത ഇവിടെ ആ നേവി ഓഫീസേഴ്സിനെ കാണിക്കും. അവരാണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്നത് കേൾക്കണം. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഒരുമിച്ച് നിന്നേ പറ്റൂ, എങ്കിൽ മാത്രമേ ആ സർഫ്യൂംസിനെ തോൽപ്പിക്കാനായിട്ട് കഴിയൂ. പക്ഷെ സോറോയ്ക്കാണെങ്കിൽ അവരിൽ ഒട്ടും തന്നെ വിശ്വാസമില്ല. എന്നെ കൊണ്ട് പറ്റില്ല, ഒരു കാരണവശാലും ഞങ്ങൾ നിങ്ങളെ അഴിച്ചു വിടില്ല. നിങ്ങളുടെ ഭാഗത്തു നിന്നാണോ ഇങ്ങനെയൊരു മൂവ്മെന്റ് ഉണ്ടാകുന്നത് പോലും ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് പറയും. പക്ഷെ അതിന് ലുച്ചിയാണെങ്കിൽ നമ്മുടെ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യും, ഈ സമയത്ത് നിങ്ങൾ വാശി കാണിക്കാനോ ഞങ്ങൾ അവിശ്വസിക്കാനോ പാടില്ല. ഞങ്ങളെ അഴിച്ചുവിട്ടതിന് ശേഷം ഈ ഒരു പ്രോബ്ലം അത് സോൾവ് ചെയ്ത് വീണ്ടും പഴയതുപോലെ നിങ്ങളുടെ മുൻപിൽ സറണ്ടർ ആവാൻ ഞങ്ങൾ തയ്യാറാണ്. ലൂഫി ആണെങ്കിൽ അത് കേൾക്കേണ്ട താമസം അതിന് ഓക്കെ പറയും. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, അവരെ അഴിച്ചുവിടാം. ഓറോയ്ക്കാണെങ്കിൽ അത് കേട്ട് ദേഷ്യം കൂടി വരും. അവന്റെ തലയ്ക്ക് ആഞ്ഞടിക്കും. യു ആർ അൺബിലീവബിൾ. അവരെ കണ്ണു അടച്ച് വിശ്വസിക്കാനായിട്ട് പാടില്ല. അവസാനം നമ്മളായിരിക്കും ട്രാപ്പിലാവുക. അവരാ കാര്യം പറയേണ്ട താമസം ഒരു സർഫ്യൂം ആണെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഓടി അടുക്കും. ലൂഫിയും സോറോയും അവർ രണ്ടുപേരും ചേർന്ന് നേവിക്കാരെ സേവ് ചെയ്യാണ്. അപ്പോഴായിരിക്കും ആ സർഫ്യൂം അവന്റെ കാല് തന്നെ സ്ക്വാഡാക്കി മാറ്റുക. സോറോയ്ക്കാണെങ്കിൽ അത് കണ്ട് ഭയങ്കര അത്ഭുതം. ക്രൊക്കഡൈലിന്റെ അസിസ്റ്റൻസിന്റെ പവറാണ് ഇപ്പോൾ അവർ യൂസ് ചെയ്യുന്നത്. അവരുടെ ബോഡിയിലുള്ള ആ ഒരു ബബിൾസ് അതങ്ങനെ കൂടുന്തോറും അവരവരുടെ ടെക്നിക്സ് മാറ്റി മാറ്റി ഉപയോഗിക്കുകയാണ്. അവരുടെ അറ്റാക്കും ടെക്നിക്സ് ഒക്കെ കണ്ട് നമ്മുടെ ആൾക്കാർ വണ്ടറടിച്ച് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു.